സങ്കീർത്തനം 89 അധ്യായം 1 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറ തലമുറയോളം എൻ്റെ വായ കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ദയ എന്നേക്ക് ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ പറയുന്നു. നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. എൻ്റെ വൃതനോട് ഞാനൊരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്ക് സ്ഥിരപ്പെടുത്തും. നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും. യഹോവേ, സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും. സ്വർഗത്തിൽ യഹോവയുടെ സദൃശനായവൻ ആർ? ദൈവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ? ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു. സൈന്യങ്ങൾ ദൈവമായ യഹോവേ, നിന്നെ പോലെ ബലവാൻ ആരുള്ളൂ? യഹോവേ, നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു. നീ സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു. അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു. നീ രഹബിനെ ഒരു ഹതനെ പോലെ തകർത്തു. നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു. ആകാശം നിനക്കുള്ളത്, ഭൂമിയും നിനക്കുള്ളത്. ഭൂതലവും അതിന്റെ പൂർണ്ണതയെ നീ സ്ഥാപിച്ചിരിക്കുന്നു. ദക്ഷിണോത്തര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു. താമ്പൂരും ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു. നിനക്ക് വീര്യമായുള്ള ഒരു ഭുജമുണ്ട്. നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു. നീതി ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ദയയും വിശ്വസ്തതയും നിനക്ക് മുമ്പായി നടക്കുന്നു. ജയഘോഷം അറിയുന്ന ജനത്തിനു ഭാഗ്യം. യഹോവേ, അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. അവർ ഇടവിടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു. നീ അവരുടെ ബലത്തിന്റെ മഹത്വമാകുന്നു. നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. നമ്മുടെ പരിചയം യഹോവയ്ക്കുള്ളതും നമ്മുടെ രാജാവ് ഇസ്രായേലിന്റെ പരിശുദ്ധനുള്ളവനും ആകുന്നു. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാർ അരുളി ചെയ്തു. ഞാൻ വീരനായ ഒരുത്തിന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വൃതനെ ഉയർത്തുകയും ചെയ്തു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. ഞാൻ അവന്റെ വൈരികളെ അവന്റെ മുമ്പിൽ തകർക്കും. അവനെ പായിക്കുന്നവരെ സംഹരിക്കും. എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോടുകൂടെ ഇരിക്കും. എൻ്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നിരിക്കും. അവന്റെ കൈ ഞാൻ സമുദ്രത്തിന്മേലും അവന്റെ വലം കൈ നദികളുടെ മേലും നീട്ടുമാറാക്കും. അവൻ എന്നോട്, നീ എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഞാൻ അവനെ ആദിജാതനും ഭൂരാജാക്കന്മാർ ശ്രേഷ്ഠനുമാക്കും. ഞാൻ അവൻ എൻ്റെ ദയയെ എന്നേക്കും കാണിക്കും. എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. അവന്റെ പുത്രന്മാർ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളയുകയില്ല. എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതിനെ ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കലും എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം എൻ്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും. അത് ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷ്യം പോലെയും എന്നേക്ക് സ്ഥിരമായിരിക്കും. എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളയും നിന്റെ അഭിഷക്തനോട് കോപിക്കുകയും ചെയ്തു. നിന്റെ ദാസനോട് നിയമത്തെ നീ വെറുത്തു കളഞ്ഞു. അവന്റെ കിരീടത്തെ നീ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു. നീ അവന്റെ വേലിയൊക്കെയും പൊളിച്ചു. അവന്റെ കോട്ടകളൊക്കെയും ഇടിച്ചു കളഞ്ഞു. വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു. തന്റെ അയൽക്കാർക്ക് അവൻ നിന്നെയായി തീർന്നിരിക്കുന്നു. നീ അവന്റെ വൈരികളുടെ വലം കൈവർത്തി അവന്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു. അവന്റെ വാളിൻ വായ്ത്തലെ നീ മടക്കി. യുദ്ധത്തിൽ അവനെ നിൽക്കുമാറാക്കിയതുമില്ല. അവന്റെ തേജസ്സിനെ നീ ഇല്ലാതാക്കി. അവന്റെ സിംഹാസനത്തെ നിലത്ത് തള്ളിയിട്ടു. അവന്റെ കലത്തെ നീ ചുരുക്കി. നീ അവനെ ലജ്ജ കൊണ്ട് മൂടിയിരിക്കുന്നു. യഹോവേ, നീ നിത്യം മറിഞ്ഞു കളഞ്ഞതും നിന്റെ ക്രോധം തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം. എൻ്റെ ആയുസ് എത്ര ചുരുക്കം എന്ന് ഓർക്കണമേ. എന്തു മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെയൊക്കെയും സൃഷ്ടിച്ചു. ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാർ? തന്റെ പ്രാണനെ പാതാളത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിനും ആരുള്ളൂ? കർത്താവേ, നിന്റെ വിശ്വസ്തതയിൽ നീ ദാവീദിനെ
ദാവീദിനോട്, സത്യം ചെയ്ത നിന്റെ പണ്ടത്തെ കൃപകൾ എവിടെ? കർത്താവേ, അടിയങ്ങളുടെ നിന്ന ഓർക്കണമേ. എന്റെ മാറുടത്തിൽ ഞാൻ സകല മഹാജാതികളുടെയും നിന്ന വഹിക്കുന്നത് തന്നെ. യഹോവേ, നിന്റെ ശത്രുക്കൾ നിന്ദിക്കുന്നുവല്ലോ, അവർ നിന്റെ അഭിഷിക്തന്റെ കാലടികളെ നിന്ദിക്കുന്നു. യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.